കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു മസാല തേച്ച് നല്ല അടിപൊളി ഒരു മീൻ ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഏത് മീനായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു മസാല ഉണ്ടെങ്കിൽ ഏത് മീനായാലും കുഴപ്പമില്ല കൂട്ടുകാരെ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് കണ്ടാലോ എങ്ങനെയാന്ന്. അതിനുമ്പ് എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാത്തിക്കാരിൽ, നമ്മളിവിടെ കൊല്ലക്കത്ത് പറയുന്ന വാത്തിക്കാരിൽ നിന്നാണ് നമ്മൾ 3 എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൊണ്ട് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിന് നമ്മൾ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കും. ഇത് 2 തണ്ട് കരിയാപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ അരച്ചങ്ങ് പേസ്റ്റ് ആക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതേ കണക്കാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. നമുക്ക് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, മുളകും പച്ചമുളകും ഇഞ്ചിയൊക്കെ അതിനകത്ത്. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. കൂടുതലങ്ങ് ലൂസായി പോകണ്ട, ചെറുതായിട്ട്. ഇനി നമുക്ക് മീൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക, എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. ഈ ഉള്ളിലൊക്കെ നമുക്ക് വിരൽ കയറ്റിയിട്ട് മസാലയൊക്കെ തേച്ച് കൊടുക്കാം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി മീനകത്തും കൂടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക. അപ്പൊ നമ്മുടെ മസാല എല്ലാം മീനകത്ത് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, എങ്കിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഇപ്പൊ ഏത് മീനായാലും കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ മസാല ഉണ്ടാക്കി നോക്കാം, അടിപൊളിയായിരിക്കും. ഇപ്പൊ പാൻ വെച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിയാപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു ഭാഗം റെഡി ആയി കാണും. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് തിരിച്ചിടാം. ഇപ്പൊ ഏകദേശം മീൻ നമ്മളിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ അടിപൊളി മസാല ചേർത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കി കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ കൂട്ടുകാരതാ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേ കണക്ക് മസാല ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.